നിങ്ങൾ ഡ്രൈവർമാർ അറിയേണ്ടത് നിങ്ങളുടെ വാഹനങ്ങൾ ഇനി ഇവരോടായിരിക്കും പരിശോധിക്കുന്നത്. നമുക്കൊന്ന് കയറി പരിശോധിക്കാം. സ്റ്റെപ്പിന്റെ കാര്യം നോക്കണം, കണ്ടീഷൻ ആണോ എന്ന് നോക്കണം. കയറി വാ, നിങ്ങളാണ് നാളെ ഇതെല്ലാം നോക്കുന്നത് കേട്ടോ. മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്ന പോലെ നിങ്ങളും പരിശോധിക്കാം. സീറ്റിന് പലതരത്തിലുള്ള കേടുപാടുകളുണ്ട്, സീറ്റ് ബെൽറ്റ് ഇല്ല, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. എല്ലാം ശരിയാക്കണം. ഇങ്ങോട്ടൊന്ന് തിരിച്ചേ നൂല് പോലെ നിൽക്കുന്ന ടയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചത് പറയണം, ടയർ മാറ്റാൻ പറയണം. ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവോ? നിങ്ങളെ കൊണ്ടുപോകാൻ ഈ വാഹനം പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുക. വൈപ്പർ ഒന്ന് ഇടാവോ? ഹോണ് ഇത് ഗൗരവമായി എടുക്കാം. ബഹുമാനായ MLA തന്നെ ഇവിടെ രക്ഷാകർത്താവായിട്ട് വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ മാത്രമല്ല രക്ഷിതാവ്, ഞാൻ രക്ഷിതാവായിട്ട് ഇന്ന് വന്ന് നിൽക്കുമ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചത് ഞങ്ങൾ നോക്കുന്നു, മോട്ടോർ വാഹന വകുപ്പ് നോക്കുന്നു, ഈ കുഞ്ഞുങ്ങൾ തന്നെ നോക്കുന്നു. ഇനി അതിലപ്പുറത്തേക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾ ഓരോരുത്തരും രക്ഷാകർത്താവാണ്. അപ്പൊ ഇവരെല്ലാം ഇനി റോഡിൽ കാണും. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ ഇതിനിപ്പോഴൊന്നും ഞാൻ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ മാത്രം പരിശോധന അറിയത്തില്ല വാഹനങ്ങളിൽ, ഈ കുഞ്ഞുങ്ങളുടെയും പരിശോധന ഇനി വാഹനങ്ങളിലുണ്ടാകും. അപ്പൊ അവരെ ഇപ്പം നമ്മൾ സ്കൂൾ ബസ്സുകൾ പരിശോധിക്കാനായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ റോഡ് സേഫ്റ്റി കേഡറ്റ്സ്. നിങ്ങൾ ഡ്രൈവർമാർ അറിയേണ്ടത് നിങ്ങളുടെ വാഹനങ്ങൾ ഇനി ഇവരോടായിരിക്കും പരിശോധിക്കുന്നത്. പരിശോധിക്കേണ്ട നിയമങ്ങളൊന്നും അവർ നടപ്പാക്കത്തില്ല. നിങ്ങൾ പോരായ്മകളൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞു തരും, സ്കൂളുകളിൽ ചെന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇപ്പം അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വാഹനങ്ങൾ പരിശോധിപ്പിക്കാനായിട്ട് നമ്മളിപ്പം ഇന്നിവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇന്നിപ്പോൾ സ്കൂൾ ബസ്സിന്റെ പരിശോധന ഇവിടെ നടക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറ് ഇങ്ങനെ ആശയം നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മളതങ്ങ് പ്രാവർത്തികമാക്കുകയാണ്.